good afternoon, good morning, namaskaram, namaskar and vanakkam. Welcome to BOBS Radio 21.37 FM and this is Bob with you. Well, we have come to another Talking Thursdays right here on BOBS Radio, connecting hearts and creating hope. Thank you so much for tuning in, dear friends. I hope you've had a wonderful week and I hope that you'll have a wonderful weekend as well. Well, thank you so much for tuning in. I'm sure you're listening to our BOBS radio sessions on Facebook and on YouTube. Do continue to listen to them and do continue to share with us your feedback and tell us what you think about these radio sessions. Well, it's been such a wonderful day. We've had such a great guest list that has come. And once again, we have another wonderful guest with us. Every time he comes on BOBS Radio, we have such meaningful and enjoyable conversations. And dear listeners, you're in for a very good treat today. We've got an excellent subject that we're going to talk about, that we're going to discuss. So I hope you would stay tuned. We have some wonderful songs, some wonderful kids segments. We also have some new segments today. So do stay tuned till the end of our program and do write to us and let us know your feedback as well. Well, I have with me in the virtual studio today RJ Anima from Ireland. Hi Anima. Hi Bob, good evening to you and all to the listeners. Yes, wonderful. Once again, thank you so much for joining. എന്താണ് ആ ദേശങ്ങളിലെ പ്രധാന വാർത്തകൾ? പ്രധാന വാർത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ഞങ്ങൾക്ക് പുതിയ പ്രൈം മിനിസ്റ്ററിനെ കിട്ടി നെയ്ബർഹുഡിലേക്ക്, അറിഞ്ഞില്ലേ? അതെ, വളരെ വേഗം ഇതാ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞാലായിരുന്നല്ലോ അതിന് തൊട്ട് മുമ്പ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാല് നമ്മുടെ ഒരു ഇന്ത്യൻ വംശജനാണ്, യങ് ആണ്. അപ്പോ ഓൾ ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ന്യൂ എന്താ പറയാ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ് എന്തായാലും, അല്ലേ? തീർച്ചയായിട്ടും, അതെ. I mean, his parents are Indian and he's born and raised there. എങ്കിലും he has that Indian roots. Yes. And definitely, that is a proud moment. ഇപ്പം പത്രത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ, we are talking about, there was a many years the British ruled us. ഇപ്പൊ ഇന്ത്യയുടെ ഒരു മകൻ, son of India, ruling over. കാലചക്രം കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരും നമുക്കറിയില്ല. അതെ. ഓൾ റൈറ്റ്, വണ്ടർഫുൾ. വേറെ എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു ഈ ദിവസം അതെ ഇവിടെ ഹാലോവീൻ വീക്കാണ്, നെക്സ്റ്റ് വീക്ക്. അപ്പൊ നാളെ തൊട്ട് പിള്ളേർക്ക് അവധിയാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ദിവസമാണ് അവർ ഇവിടെയുള്ള ആൾക്കാരെല്ലാം അത് ആഘോഷിക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രത്യേകത പറയാനുള്ളത്. ഞാനത് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫില് പൊതുവെ ഈ ഹാലോവീൻ സെലിബ്രേറ്റ് ചെയ്യുന്ന അതൊരു കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വലിയ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ നോക്കുകയാണെങ്കിൽ, വലിയ ഷോപ്പിംഗ് മോൾസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അതിന്റെ സെലിബ്രേഷൻ കണ്ടുവരുന്നു, അല്ലെങ്കിൽ അത് കാണുന്നു. എനിക്ക് തോന്നുന്നു ബോബി, സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇത് കുറെ കൂടെ ഇങ്ങനെ പരക്കുന്നു തോന്നുന്നു. അപ്പം കുട്ടികൾ കൂടുതൽ ഇതിനോട് അട്രാക്റ്റഡ് ആവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു കോസ്റ്റ്യൂംസ് മാറുന്നതും അവർക്ക് അതിനെ കുറിച്ച് അതല്ലേ അറിയുള്ളൂ. അവർക്കൊരു പാർട്ടി കോസ്റ്റ്യൂം മാറുന്നു, സ്കൂളിലേക്ക് പോകുന്നു, ഒരു വീക്ക് ഓഫ് കിട്ടുന്നു. അപ്പൊ അതാണ് അവരുടെ ഒരു ചിന്ത. അവർക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ ഇതായതുകൊണ്ട് പിള്ളേരാണ് ഇതിൽ കൂടുതലും ഇൻവോൾവ് ആയിരിക്കും തോന്നുന്നു. അതെ. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു, ഓഫ് കോഴ്സ് ഈ ആഴ്ചയിലും അതിന്റെ സെലിബ്രേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലും ഈവൻ UAE പോലും ദിവാലി ഒരു വലിയ സെലിബ്രേഷൻ ആയിരുന്നു. ഇവിടെയും ചെറിയ രീതിയിലൊക്കെ എല്ലാ ഇന്ത്യൻസും അത് ആഘോഷിച്ചു. എനിക്കൊന്നു പൊതുവെ എനിക്കൊന്ന് എക്സ്പാട്രിയറ്റ്സ് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പൊ ഇവിടെയും ഫയർ ക്രാക്കേഴ്സും രാത്രിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. നന്നായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം ദിവാലിയുടെ സമയത്ത് നോർത്ത് ഇന്ത്യൻ ആരായിരുന്നു ഗസ്റ്റ്? ഡു യു റിമെമ്പർ ബോബ്? അതെ, നല്ല ശബ്ദമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തു. ശരിക്കും. Anyway, so week with a lot of celebrations. With that thought, let's go to our first song for today. Oh yeah, sure Bob. All right, let's listen to this beautiful Tamil song and we'll be right back. நின்ற
நிந்தனையாய் பேசின ஜனங்கள் முன் என் நிந்தனையை மாற்றி நிறுத்துவார். நான் வெட்கப்பட்ட சகல தேசத்திலும் என்னை கீர்த்தியும் புகழ்ச்சியுமாக்குவார். நிந்தனையாய் பேசின ஜனங்கள் முன் என் நிந்தனையை மாற்றி நிறுத்துவார். நான் வெட்கப்பட்ட சகல தேசத்திலும் என்னை கீர்த்தியும் புகழ்ச்சியுமாக்குவார். ஆனந்த பலிகள் செலுத்தியே ஆராதிப்பேன், இயேசுவை என்றென்று பாடியே உயர்த்துவேன். ஆனந்த பலிகள் செலுத்தியே ஆராதிப்பேன், இயேசுவை என்றென்று பாடியே உயர்த்துவேன். ரட்சிக்க கூடாத படிக்கு கர்த்தரின் கரம் குறுகி போகவில்லை. கேட்க கூடாத படிக்கு கர்த்தரின் செவிகள் மந்தமாகவில்லை. அவர் நேற்றும் இன்றும் மாறாதேவன், என்றென்றும் நம்மோடு கூடவே இருக்கிறார். இயேசு நேற்றும் இன்றும் மாறாதேவன், என்றென்றும் நம்மோடு கூடவே இருக்கிறார். அவர் நேற்றும் இன்றும் மாறாதேவன், என்றென்றும் நம்மோடு கூடவே இருக்கிறார். இயேசு நேற்றும் இன்றும் மாறாதேவன். Lord Jesus is with us all the time. His presence is with us. What a beautiful and energetic Tamil song അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു തമിഴ് ഗാനം. വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു സോങ് ആണ്. അപ്പോൾ അതേ എനർജിയോടുകൂടി നമുക്ക് നമ്മുടെ കിഡ്സ് സെഗ്മെന്റിലേക്ക് പോവാം. ലെറ്റ്സ് സീ വാട്ട് our kids have for today on our kids segment. BOBS Radio 21.37, keep bobbing along. Connecting hearts, creating hope. Hello listeners, welcome to the kids segment. This is Kali and Carlos with you. Kali, this week we celebrated Diwali in school and we also got to have a long weekend. That's good, Carlos. It was a good relaxation before the next set of exams coming up for sure. True, but Kali, I was wondering why Indians celebrate Diwali? Good question, Carlos. The word Diwali comes from a Sanskrit word, Deepavali, literally meaning row of clay lamps. Diwali is called the Festival of Lights and is celebrated not just in India but also in Fiji, Malaysia, Nepal, Singapore and other eastern nations. This festival signifies a triumph of light over darkness, knowledge over ignorance and good over evil. Speaking of lights, I love the lamps they lined up and the firecrackers that lit up the sky. Of course, that was a sight to behold. But let's not forget about another light mentioned in the Bible. In John 8 verse 12, Jesus Christ says, I am the light of the world. Whoever follows me will not walk in darkness, but will have the light of life. Just like if we enter a dark room, the first thing we do is to automatically turn on the light switch or even swipe on our phone's flashlight or put a match to light a candle, whatever it takes to bring light into that place. But when we choose to follow Jesus, His light goes into the darkness of our sinful hearts and shines His love, His mercy, His truth, His light into every corner of our life and enlightens us. Yes, Kali, Jesus Christ is a true light that can turn our heart that was black with sin into a spotless white one when we have our sins forgiven and walk in the newness of life and follow the true light. That reminds me of a song. Care to join me, Kali? Light of the world, you step down into darkness. Open my eyes, let me see beauty that made this heart adore you. Hope of a life spent with you. And here I am to worship, here I am to bow down, here I am to say that you're my God. You're altogether lovely, altogether worthy, altogether wonderful.
Until next time, This is Boss Radio. keep bobbing along. Bye. Bye, kids. Thank you so much for telling us about Diwali, what it means, and who the true light is of the world and how he brings light into darkness. Thank you so much for that, kids. I think, Anima, the kids gave us a very important lesson, didn't they? Whenever they comes, they make us smile. I love them. They're Wonderful, doing a great wonderful. job. Yeah. Well, with that, we have a new segment that we're going to start today, and it's the book review segment. And on this segment on Bob's Radio, we're going to talk about books that we have read, that we know about, that we like to introduce. So, dear friends, if there are books that you really love, do let us know, and also do come on the radio and share about those books. You're welcome to do that as well. Well, first, today we want to start with a book that is called Inkulab. Now, this is a Malayalam book. ഈ പുസ്തകത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അനിമേ? ഇൻകുലാബ് കേട്ടിട്ടുണ്ട് ബോബ്. നാട്ടിൽ ജനിച്ചവരോട് അത് ചോദിക്കാൻ പാടില്ലല്ലോ. ഇൻകുലാബ് കേട്ടിട്ടുണ്ട്. ബുക്ക് Yeah. ഇൻകുലാബ് ബോബ് തന്നെ പറഞ്ഞു തരണം. അതെ. അപ്പൊ ഈ പുസ്തകത്തിന്റെ പേര് ഇൻകുലാബ് എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജോർജ് കോഷി മൈലപ്ര ആൻഡ് ഡോക്ടർ ബാബു കെ വർഗീസ്. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ ബുക്ക്. ഇറ്റ്സ് നോട്ട് എ ലാർജ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് വോള്യൂം. ഇറ്റ്സ് ജസ്റ്റ് 137 pages. You can read it in one sitting or maybe in 2 days. It's a wonderful book. There are some pictures also talking about the person, the main character, and some wonderful illustrations and stories. Now, this book is in Malayalam, so I know many of our young friends out there, they would not be able to read it. Those who are not familiar with the Malayalam language would not be able to read this book. So for all of those young kids out there, and for our listeners who are outside of Kerala and who do not know the language, this is a book that you should be reading. Inkulab, the name of this book, like I said, is the story about a man called Manikan Nair. Now, I'm not going to tell the story completely today. We're going to do a part of it today and then continue it at a later date. But I want you to get a hold of this book and try to read it. Well, let's see where the story begins. Manikan Nair's story begins in 1923. ഒരു തിരുവോണ നാളിലാണ് മാണിക്കൻ നായർ ജനിക്കുന്നത്. His father was a security police officer for the Indian Railways, and his mother was a housewife. Her name was Meenakshi Amma. Now, she was from the Parali village in Palakkad. Manikan Nair had two brothers, Kunyaraman and Balakrishnan. Manikan Nair grew up in a house that had more than 80 people. It was a joint family, lots of uncles and aunties, and he grew up in his mother's home in Parali. And it was fun time. He shares about his memories where they cooked food in a big pot, huge big pot of rice, and they would have something to go along with it, and that was their food during those days. Now, slowly, this family, it went into poverty. And Manikan Nair's father lost his job. And when he lost his job, he became a mute. ജോലി പോയതോടുകൂടി മാണിക്കൻ നായരുടെ പിതാവ് ഒരു ഊമനെ പോലെയായി മാറി. And then the family started struggling for basic needs. ആഹാരം പോലും ഇല്ലാത്ത ഒരവസ്ഥ. They came to a point where they didn't have enough food to eat. And these three brothers, ചില ദിവസങ്ങളിൽ അവർക്ക് ആഹാരമില്ലാതെ വരുമ്പോൾ what they used to do is to fill their stomachs. They would go to the well, take the water and just drink and go to sleep. That is how life was at that time. It was such a struggle for them. Finally, when they could not survive anymore without food, one day, Manikan Nair's elder brother, Kunyaraman, he left the house and ran away. മൂത്ത ചേട്ടൻ കുഞ്ഞിരാമൻ വീട് വിട്ട് ഓടിപ്പോയി. He thought that if I run away, I could find food to eat for at least once a day, because that's how hungry he was. And one day, as Kunyaraman was walking, he saw a wedding place. And as he entered that wedding place, there was a Jenmi, a landlord. In Malayalam, it's Jenmi, or let's say a feudal landlord during those days, the early days. We're talking about the 1920s.
Now this Jemmy caught him. ഈ ജെമ്മി ഈ സഹോദരനെ പിടിച്ചിട്ട് 5 രൂപയ്ക്ക് ഒരു തോട്ടം ഉടമയ്ക്ക് വിറ്റു. അങ്ങനെ ഈ കുഞ്ഞുരാമൻ ഒരു തോട്ടത്തിൽ ചെന്നുപെട്ടു. ആൻഡ് ആ തോട്ടത്തിൽ വെച്ച് ഒരുപാട് കഷ്ടങ്ങൾ. ദിസ് കുഞ്ഞുരാമൻ ഹാഡ് ടു ബെയർ സോ മച്ച് ടോർച്ചർ അറ്റ് ദ ഹാൻഡ് ഓഫ് ദിസ് ക്രൂവൽ ലാൻഡ് ലോർഡ്. ഫൈനലി സഹിക്കാൻ പറ്റാതെ കുഞ്ഞുരാമൻ ആ തോട്ടത്തിൽ നിന്ന് ഓടി. ഹി റാൻ അവേ ഫ്രം ദാറ്റ് പ്ലാന്റേഷൻ. For a few days he was hiding and he was trying to get away from the plantation as quickly as he can. But what happened was he was not very lucky. He ran പക്ഷേ ഓടി അവസാനം ചെന്ന് പെട്ടത് വീണ്ടും ഈ തോട്ടം ഉടമയുടെ മുമ്പിലേക്കാണ്. കുഞ്ഞുരാമനെ കണ്ടതോടുകൂടി ഈ തോട്ടം ഉടമയ്ക്ക് വളരെ അരിശമുണ്ടായി. ഹി ബിക്കേം വെരി ആംഗ്രി. എന്നിട്ട് ഈ തോട്ടം ഉടമ എന്ത് ചെയ്തെന്നറിയാമോ? ഹി caught കുഞ്ഞുരാമൻ and he took an iron rod and made it hot. ചുട്ടു പഴുപ്പിച്ചു. എന്നിട്ട് then he took that iron rod and he pierced it into കുഞ്ഞുരാമൻസ് leg. And that wound became infected. അങ്ങനെ അത് infected ആയി. Every day it became worse and worse and worse. And finally, due to that infection, കുഞ്ഞുരാമൻ died. As soon as Meenakshi Amma heard this news that her son had died, she fainted. She couldn't bear it. അങ്ങനെ ഒരു മകനെ നഷ്ടപ്പെട്ട ആ ദുഃഖത്തിൽ അമ്മ ഇരിക്കുന്നു. വീട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പിതാവ് ഊമനായിട്ടിരിക്കുന്നു. നിസ്സഹായരായ ബാക്കിയുള്ള 2 മക്കൾ. It was at that time Manikan Nair's second brother, Balakrishnan, due to the extreme poverty and lack of food, he also left home and he went straight to North India. He took a train, went to North India, and he roamed for many years. 16 years he went around different places, and finally he reached Gujarat, the land of Mahatma Gandhi. In Gujarat, he found a job as a car garage employee. തനിക്ക് ആദ്യം കിട്ടിയ ജോലി ടയർ പഞ്ചർ ഫിക്സ് ചെയ്യുന്ന ഒരു ജോലിക്കാരനായിട്ടാണ് ഗരാജിൽ. Slowly he became the owner of that garage. He was good at this job, and then slowly he became the owner. He took control of that garage. And then what happened was he started getting involved in petty cases and fights. So after a few years, Balakrishnan created a gang and he became a well-known gang leader in Ahmedabad. അങ്ങനെ അഹമ്മദാബാദിലെ ഒരു ഗുണ്ട തലവനായിട്ട് ഈ ബാലകൃഷ്ണൻ മാറി. അപ്പോൾ നമുക്ക് വീണ്ടും നാട്ടിലേക്കൊന്ന് നോക്കാം. അവിടെ ദാ മാണിക്യൻ നായർ. Here Manikan Nair is at home. He is depressed due to the loneliness. There is poverty at home. He doesn't know what to do. Even to go to school, he has to walk 4 kilometers. And he has only one pair of dress to wear every day. He doesn't have another dress, only one pair. And even when he goes to school, he has to face discrimination. സ്കൂളിൽ പോയാൽ തന്നെ അവിടെ ഈ വിവേചനം അനുഭവിക്കുന്ന ഒരവസ്ഥ. മറ്റു കുഞ്ഞുങ്ങളിൽ നിന്ന്, അതായത് ഉയർന്ന ജാതിയിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും വിവേചനം. You know, when he goes to school, the children in the higher caste, they would sit on the benches. And kids like Manikan Nair who come from the lower caste, they have to sit on the floor. Because the higher caste and the lower caste, they cannot sit together on the same bench. You know, these were the days. This existed in India, in Kerala, and this is the fact. It is so sad when we hear about these stories. But finally, one day, Manikan Nair's mother told him, "Mone, നീ ഇങ്ങനെ ആഹാരം കഴിക്കാനില്ലാതെ ഇതുപോലെ നിന്നെയും ഈ വിവേചനമൊക്കെ അനുഭവിച്ച് നീ ഇനി സ്കൂളിൽ പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ്, നീ എവിടെയെങ്കിലും ജോലിക്ക് പോ." So Manikan Nair's mother told him, it's better that you quit school and you go and find some work and try to find some food and survive. അങ്ങനെ ആരുടെയും വാക്ക് കേൾക്കാത്ത മാണിക്കൻ നായർ അമ്മയുടെ വാക്ക് അന്ന് കേട്ടു. ആൻഡ് ഹി ലെഫ്റ്റ് സ്കൂൾ. ആൻഡ് അവിടുന്ന് നേരെ പോയത് he became the helper to a cook. There was a famous cook who used to go to different houses and cook food. He became a helper to that cook. And slowly he learned how to cook food himself. And so people started to like the food that Manikan Nair was cooking. And he became a chef in different houses. And as he was doing this, it was at that time
Manikan Nair's father passed away. പിതാവ് മരിച്ചുപോയി. ഊമനായിരുന്നെങ്കിൽ പോലും he was close to his father. ആ പിതാവിൻ്റെ നഷ്ടം, the loss of his father, it created a deep emptiness and a loneliness in Manikan Nair's heart. Now, to fill that loneliness and that void in his heart, he thought, I will go to പളനിയിൽ പോയി പളനി ആണ്ടവനെ കാണുവാനായിട്ട് അല്ലെങ്കിൽ അവിടെ തീർത്ഥാടനം ചെയ്യുവാനായിട്ട് മാണിക്യൻ നായർ തീരുമാനിച്ചു. He decided that he will go to Palani. His mother doesn't know where he is because he's left his home. He's going to different houses, cooking food and walking around like this. But finally, because of this void and this deep sorrow in his heart, he decided that I need to go to Palani. So one day he was climbing the mountain as usual. His daily routine was that he would take some offerings for the Palani, the god there, and he would carry this with him to the top of the temple, offer it, and come back. One day, as he was going to climb that mountain to go to the temple, a hand came on his shoulder. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ. When he turned around, it was his mother. His mother had come to Palani to offer some sacrifices to this idol there so that she can find her son. She didn't know where he was. And finally they met each other. They were so happy. And his mother said, "Ba mone, നമുക്ക് തിരിച്ച് പാലക്കാട്ട് പറളി ഗ്രാമത്തിലേക്ക് നമുക്ക് മടങ്ങി പോകാം" എന്ന് പറഞ്ഞ് അമ്മ മാണിക്യൻ നായരെ വിളിച്ചുകൊണ്ട് പോയി. So along with his mother, Manikan Nair came back to Parali, but he went straight to the house, or to the very famous house which is called Elamkulam Mana. മാണിക്യൻ നായരും അമ്മയും കൂടെ തിരിച്ച് പറളി ഗ്രാമത്തിലേക്ക് വന്നത് ഏലംകുളം മനയിലേക്കാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ many of you will realize who that is or whose house that is. That is the family house of the ex-Chief Minister of Kerala, EMS Namboodiripad, or the man who is one of the founding leaders of the communist movement in Kerala. So that is where we are going to stop this story and pick it up at another day and continue and see what happened to Manikan Nair. It's a very interesting story, and I hope that you will stay tuned. A very interesting book, wonderful book in Kulab. So Anima, we'll continue this at a later time. എന്ത് പറയുന്നു? അതെ, തീർച്ചയായിട്ടും. ഞാൻ ഈ മാണിക്കുന്നേരുടെ ഒക്കെ ഇങ്ങനെ ഇമാജിനേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ബോബ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിൽ ബോബ് കൊണ്ട് നിർത്തിയേക്കാണ്. നന്നായി, എന്തായാലും ഈ സെഗ്മെന്റ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. So let us continue this, and I hope that you've all enjoyed this book review, and we will be continuing it in the coming days. ഇനിയും വളരെ വേഗം we are going to bring our special guest on air. അതിനു മുമ്പായിട്ട് let's listen to another beautiful Hindi song, and we are going to bring our special guest on air as soon as we come back. तेरी जान को बला छू भी न पाएगी, तेरी जान को बला छू भी न पाएगी, न गर्मी चांद और सूरज की कभी तुझको जलाएगी, न गर्मी चांद और सूरज की कभी तुझको जलाएगी। मेरा साहिबा खुदा है, मेरा साहिबा खुदा है, जिसने ज़मीन और आसमां को बनाया, जिसने ज़मीन और आसमां को बनाया। पर्वतों को देखूंगा मैं, हाँ पर्वतों को देखूंगा मैं, कौन है मददगार मेरा, कौन है मददगार मेरा, मेरा मददगार खुदा है, मेरा मददगार खुदा है, जिसने ज़मीन और आसमान को बनाया, जिसने ज़मीन और आसमान को बनाया।
Wow. What a beautiful Hindi song. Now let's bring our special guest on air. Today, dear listeners, we have with us a very, very special guest. He's come on Bob's Radio several times. It's a great joy to have him with us. We have today Brother Bensic Miranda. Bensic Miranda is certified as a child psychology counselor from Auckland, New Zealand, and he's also certified in family counseling from Chicago, USA. He's the director of the Institute of Christian Counseling, Trivandrum, and now helping as a volunteer in mental health department, government of Kerala. He works as an evangelist in Trivandrum. He's also a regular visitor to old age homes, polio homes, and orphanages for counseling in LMS Trivandrum. His wife, Shili Bensic, has also come on Bob's Radio. Wonderful counselor. They're both doing counseling. They have 2 children, Arpita and Alan. Well, it's time we bring him on air. Let's bring Bensic Miranda on air. Bob's Radio 21.37. Keep bobbing along. Bensic Miranda, welcome to Bob's Radio 21.37 FM. Yeah, hi Bob, how are you? Doing good. Yeah. Amazing. I like your voice. Very deep voice. Okay, so we are going to talk about a very important subject. ഈ വിഷയം എന്നോട് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ലവ് ദിസ് സബ്ജക്റ്റ്. കാരണം എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും അതുപോലെ നാട്ടിൽ തന്നെയാണേലും നമ്മൾ ജോലി ചെയ്യുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ദ വർക്ക് ലൈഫ് ബാലൻസ്. And to be honest, let me tell all our listeners, this is something that I myself am struggling with. There's some days there's a lot of work, and we find it so difficult to find that balance between life and work. And it is such an important, such a powerful subject. And so, dear listeners, if you have questions, do send us your questions, do send us your feedback. Write to us on Bob's Radio 21.37 FM at gmail.com, or WhatsApp us on +91 906 181 7307 +91 906 181 7307. അപ്പോൾ ഈ ജോലിയും എന്താ പറയുന്നത് നമ്മുടെ ജീവിതവും എന്ന് പറയുന്ന കാര്യം ഇത് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ പാടാണ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നവരുടെ എന്താണ് ബെൻസിക് ബ്രദറെ പറയാനുള്ളത്? നാട്ടിൽ സാധാരണ പറയുന്ന ഒരു ഇതാണ്, ഒരു നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം കുറച്ച് നാൾ ലീവ് എടുക്കാനെന്ന്. ഇത് ആക്ച്വലി ഇത് ഒരു ഈ ഉഴപ്പന്മാർക്കുള്ള ഒരു ഡയലോഗാണ്. ജോലി ഇല്ല, എന്നാൽ ഇനി ജോലി കിട്ടിയാലും കുറച്ച് നാൾ ലീവ് എടുക്കാമെന്നുള്ളത്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ തന്നെ ദൈവം ആദ്യമായിട്ട് ആദമിനോട് പറഞ്ഞത് വേല ചെയ്യുകയും കാക്കുകയും ചെയ്യുക, വേല ചെയ്യാനും കാക്കാനും ആക്കി എന്നുള്ളതാണ്. ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹാർഡ് വർക്ക് ചെയ്യുക. ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്തവരെല്ലാം വിജയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ ഉഴപ്പിയടിച്ചവർ ഭാവിയിൽ ഭയങ്കരമായിട്ടുള്ള പരാജയങ്ങളിലേക്ക് പോയി ചാടാനുള്ള സാധ്യതയുണ്ട്. അനന്ത സാധ്യതയാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് കണ്ണു തുറന്ന് നോക്കിയാൽ ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ പലരും ഒരു ജോലിയും കിട്ടുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നിരാശപ്പെട്ട് നടക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് പരമാവധി ഹാർഡ് വർക്ക് ചെയ്ത് ഏറ്റവും നല്ലവണ്ണം ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോലി എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഈ സന്തോഷത്തോടെ ജോലി ചെയ്യുമ്പോൾ അതൊരു ജോലിയായിട്ട് തോന്നത്തില്ല, അതൊരു ഹോബി നമ്മൾ എൻജോയ് ചെയ്യുന്നത് പോലെ തോന്നുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ല ജോലി കണ്ടെത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിനിണങ്ങിയതും തുടർമാനമായിട്ട് എത്ര ചെയ്താലും മടിവരാത്തതുമായിട്ടുള്ള ജോലിയാണ് ആക്ച്വലി നമ്മുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ജോലിയിൽ എൻജോയ് ചെയ്യുക തന്നെ ചെയ്യും. ആ സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ലീവ് എടുക്കാൻ തോന്നത്തില്ല. ഈ ചിലരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ലീവ് ഉണ്ടെങ്കിൽ പോലും എടുക്കാതെ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ ജോലി ജീവിതത്തിൻ്റെ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാക്കി തീർത്താൽ തീർച്ചയായിട്ടും ലീവ് എടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ജോലി എൻജോയ് ചെയ്യുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. ഇത്
ഇതിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡിസ്കഷന്റെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നമുക്ക് തന്നെ ഒരു ചലഞ്ച് ആയിട്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലേസിനെസ് ഒക്കെ മാറ്റാൻ വരും. എനിവേ, നമ്മളെപ്പോഴും പറയാറുണ്ട് ജോലിയും കുടുംബവും ശരിയായി ബാലൻസ് ചെയ്തില്ലെങ്കിൽ ജീവിതത്തെ ബാധിക്കുന്ന അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം ശരിക്കും ഇതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണോ എന്ന് ചിലരെങ്കിലും ചോദിക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും കേൾക്കാറില്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ബെൻസിക് ബ്രദറെ. അപ്പോ അങ്ങനെ ഉണ്ടോ ബെൻസിക് ബ്രദറെ? സത്യമാണോ? ഇത് ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകത അനുസരിച്ചിരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഗ്രാമങ്ങളിലുള്ള കുടുംബങ്ങളിൽ ഇത് ശ്രദ്ധിച്ചാൽ അത് അവർക്കൊരു വലിയ പ്രശ്നമായി തീരുന്നില്ല. എന്നാൽ പട്ടണങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സിറ്റിയിൽ ജോലി ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ രണ്ടുപേരും ജോലിക്കാരാണെങ്കിൽ അത് അവരുടെ കുടുംബജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പ്രോബ്ലം തന്നെയാണ്. ജീവിതവും കുടുംബവും അത് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ, ജോലിയും കുടുംബവും ഇത് ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിൽ അത് വളരെ പ്രശ്നമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോട്ട് തന്നെ പോകും. പലരുടെയും ജീവിതത്തിൽ ഇതൊരു പ്രശ്നമാകുന്നുണ്ട്. പക്ഷേ പലരും അത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതും ഒരു നല്ല പ്രവണതയല്ല. ഒരു വിഷയമുണ്ടെങ്കിൽ, ഒരു പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമുണ്ട് എന്ന് തന്നെ പറയാനായിട്ട്, അല്ലെങ്കിൽ അത് തുറന്ന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു വേദി കൂടെ ആകണം നമ്മുടെ കുടുംബം എന്നുള്ളത്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പിന്നെ കുടുംബത്തിനും സമയം കിട്ടുന്നില്ല, അങ്ങനെ ഒരു നിരാശയുടെ ജീവിതമല്ല നമ്മൾ ചെയ്യേണ്ടത്. പല കുടുംബങ്ങളിലും ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് നിരാശയോടെ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ കുടുംബം, ഇത് രണ്ടുമില്ല, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ വളരെ മെൻ്റലി സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം തന്നെയാണ്, നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിനുള്ള സൊല്യൂഷനും തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടതാണ്. ആഴ്ച അനീമ. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഇപ്പം പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നവർ, ഇന്ന് തന്നെ ഞാൻ ഒരു കൊളീഗിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു. ജോലി പോയ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ 30 ദിവസം വിസ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് ഈ രാജ്യം വിടണം. അപ്പം ജോലി എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ. അതെവിടെ തന്നെയായിരുന്നു, നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും, അല്ലെങ്കിൽ അയർലൻഡിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എല്ലായിടത്തും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേസമയം തന്നെ നമ്മുടെ കുടുംബവും അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുടുംബത്തോട് ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ 2 തോണിയിൽ കാല് ചവിട്ടിയാൽ അത് സക്സസ്ഫുൾ ആകുമോ? അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും ഒന്നിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ഒന്നിനെ കുറച്ചായിട്ട് കാണും. അപ്പം എൻ്റെ ചോദ്യം, കുടുംബമാണോ ജോലിയാണോ പ്രധാനം? ഒരു കുഴപ്പിക്കുന്ന ചോദ്യമായിപ്പോ അല്ലേ? ഇതിനകത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ സമാധാനത്തോടെ അല്ലെങ്കിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഒരു കുടുംബത്തിൽ അവർക്ക് ജോലി അതിലാരെങ്കിലും ഒരാൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ജോലി വലിയ മെച്ചമുള്ള ജോലിയല്ല, സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട്, എന്നിരുന്നാലും കുടുംബം സ്ട്രോങ് ആണെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കഞ്ഞിവെള്ളം കുടിച്ചോ എന്തെങ്കിലുമൊക്കെ ചെറിയ സാഹചര്യത്തിലോ ജീവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാൽ മറിച്ച് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷെ കുടുംബം ഇല്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുടുംബം തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ എത്ര നല്ല ജോലി ഉണ്ടായിരുന്നാലും, എത്ര ഉയർന്ന ശമ്പളമായിരുന്നാലും സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് കുടുംബം എന്നുള്ളതാണ് ഫസ്റ്റ്. ആദ്യം കുടുംബം തന്നെയാണ്. ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരിക്കണം ജോലികൾ ചെയ്യേണ്ടത്. എന്നാൽ ജോലിക്ക് പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ കുടുംബത്തിൻ്റെ നിലനിൽപ്പാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ചെറിയ ജോലി ചെയ്തിരുന്നാലും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പക്ഷേ സമാധാനമില്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് മീറ്റ് ചെയ്യപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ട് ലൈഫിൽ കുടുംബജീവിതം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ ദിസ് ഡിസ്കഷൻ. എന്നാൽ അതിന് മുമ്പായിട്ട് നമുക്കൊരു മലയാളം പാട്ട് കേട്ടിട്ട് വളരെ വേഗം മടങ്ങി വരാം. ലെറ്റ്സ് ലിസൺ ടു ദിസ് ബ്യൂട്ടിഫുൾ മലയാളം സോങ് കാക്കുന്ന കർത്തൻ. ഇത് കേട്ടിട്ട് നമുക്ക് ഈ ചർച്ച കണ്ടിന്യൂ തന്നെ ചെയ്യാം. ഇസ്രായേലിൻ കാവൽക്കാരൻ മയങ്ങാത്തവൻ, ഉറങ്ങാതെ സൂക്ഷിക്കുന്ന ശക്തനായവൻ,
ഇസ്രായേലിൻ കാവൽക്കാരൻ മയങ്ങാത്തവൻ, ഉറങ്ങാതെ സൂക്ഷിക്കുന്ന ശക്തനായവൻ, മാറ്റിക്കളയും നിൻ പ്രതികൂലത്തെ, വഴിയിൽ പതിയിരിക്കും ദുഷ്ടവൈരിയെ. മാറ്റിക്കളയും നിൻ പ്രതികൂലത്തെ, വഴിയിൽ പതിയിരിക്കും ദുഷ്ടവൈരിയെ. ഞാൻ ഉറങ്ങിയിട്ടും നീ ഉറങ്ങാതെ, ഞാൻ മയങ്ങിയിട്ടും നീ മയങ്ങാതെ, ഞാൻ ഉറങ്ങിയിട്ടും നീ ഉറങ്ങാതെ, ഞാൻ മയങ്ങിയിട്ടും നീ മയങ്ങാതെ. നിൻ വലം കരം എൻ തലയ്ക്കുമീതെ വിരിച്ചതിനു നന്ദി. നിൻ വലം കരം എൻ തലയ്ക്കുമീതെ വിരിച്ചതിനു നന്ദി. Wow, beautiful song. All right, let's come back to our discussion. നമ്മൾ ചർച്ച ചെയ്യുണ്ടായി കുടുംബമാണോ ജോലിയാണോ? തീർച്ചയായിട്ടും കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം, കുടുംബത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നാൽ ഇതിൻ്റെ ഒരു ഫൈൻ ബാലൻസ് ഉണ്ട്. ജോലിയും കുടുംബവും ബാലൻസ് ചെയ്യുന്ന ആ ഒരു 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 കാര്യത്തിൽ എന്തൊക്കെയാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കുടുംബജീവിതത്തെ ബാധിക്കാതെ ജോലി സ്വസ്ഥതയോടെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് ജോലിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അതല്ലെങ്കിൽ വീട്ടിലെ നമ്മുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതും മുൻഗണന അനുസരിച്ച് നിശ്ചയിക്കുക എന്നുള്ളതാണ്. സെറ്റ് യുവർ പ്രയോറിറ്റീസ്. അതായത് ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര ദിവസം കൊണ്ട് ഏതൊക്കെ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും, ഇങ്ങനെയുള്ള നമ്മുടെ വർക്ക് ജോലി സ്ഥലത്തെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും ഏതൊക്കെ ദിവസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കൃത്യം ഒരു ടൈം ടേബിൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇത് നമ്മുടെ മെൻ്റലി നമുക്കിത് ക്രിയേറ്റീവായിട്ട് ചെയ്യാനും ഉള്ള ഒരു ഇത് കിട്ടുമെന്നുള്ളതാണ്. എപ്പോഴും ഈ സമയവിനിയോഗത്തിൽ നമ്മൾ മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. ഇവിടുത്തെ ടൈം അങ്ങോട്ട് പോകുന്നു, അവിടുത്തെ ടൈം ഇങ്ങോട്ട് വരുന്നു. അതായത് വീട്ടിലെ സമയം ചിലർ നേരെ കൊണ്ട് ജോലി സ്ഥലത്ത് കൂടുതൽ കൊടുക്കും. മറ്റു ചിലരാണെങ്കിൽ ജോലി സ്ഥലത്തുള്ള സമയം കൂടെ വീട്ടിലോട്ട് എടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുൻഗണന കൊടുക്കേണ്ടത്. മറ്റൊരു കാര്യം എന്നുള്ളത് ഈ അവസാനത്തേക്ക് ഒരു ജോലിയും മാറ്റി വെക്കരുത്. അത് നമ്മുടെ ഈ മലയാളികൾക്കുള്ള ഒരു പ്രത്യേക ഒരു കലാപരിപാടിയാണ്. എല്ലാം കൊണ്ട് അവസാനം ഏറ്റവും അവസാനം കൊണ്ടുവയ്ക്കും. എന്നിട്ട് വീട്ടിലെ സമയം കൂടെ ജോലി സ്ഥലത്ത് തീർക്കുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങളൂടെ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഭയങ്കരമായിട്ട് അപകടം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ആ അതിര് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് കൊണ്ടുവരരുത്. ഇടയ്ക്കൊരു ഫാമിലി എന്നോട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ സാറേ ഭർത്താവ് വീട്ടിൽ വന്നാലും പോലീസ് ഡ്രസ്സ് അത് ഉപേക്ഷിക്കത്തേ ഇല്ല. പുള്ളി രാത്രി കിടക്കുമ്പോഴും അദ്ദേഹം പോലീസുകാരനാണ്. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ പോലീസ് ഡ്രസ്സ് ഉപയോഗിച്ചാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? എനിക്കപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ ഇതെന്താണെന്ന് പിടുത്തം കിട്ടിയില്ല. അപ്പോൾ ഈ സഹോദരി പറയാണ്, സാറേ രാത്രി ഉറങ്ങാൻ കിടന്നാലും ഇദ്ദേഹം എന്നോട് ക്രോസ് ക്വസ്റ്റ്യനാണ്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ അവിടെ വച്ചോണം ഈ കാക്കി ഡ്രസ്സ് എന്ന് പറയുന്ന പോലെ. നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾ സഹോദരിമാരെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ അവിടെ ഊരി വെച്ചോണം നിങ്ങളുടെ നഴ്സിംഗ് ഡ്രസ്സ്. അങ്ങനെ ഓരോ സ്ഥലത്തും നമ്മുടെ അതത് വർക്കിൻ്റെ അവിടെ മൈൻഡ് അവിടെ സെറ്റ് ചെയ്യുക. ആ അതിരിന് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കും ഒരു അതിര് നിശ്ചയിക്കണം. ജോലി സ്ഥലത്തെ എല്ലാ സൗഹൃദ ബന്ധങ്ങളും വീട്ടിലോട്ട് കൊണ്ടുവരരുത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ജോലി സ്ഥലത്തും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്കും ജോലി സ്ഥലത്തെ പലരും വിളിക്കേണ്ടി വരുന്നു, അപ്പോൾ അവരുടെ കോളുകൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കൾക്കും ഭാര്യയ്ക്കുമൊക്കെ പരമാവധി സമയം കൊടുത്തുകൊണ്ട് ഈ അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ നമ്മൾ പറയുന്നത് ഇതൊരു ദിനചര്യയായിട്ട് തീരും, ഒരു ഡെയിലി റൊട്ടീനായിട്ട് തന്നെ ഇത് തീരും വിതിൻ 2 months. നമ്മൾ 2 മാസം തുടർമാനമായിട്ട് നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് അതിരുകളൊക്കെ നിശ്ചയിച്ച്, അതായത് ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 2 മാസത്തിനകം നമുക്കതൊരു ജീവിത ശൈലിയായിട്ട് തീരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട്
ഇങ്ങനെയുള്ള ചില ചെറിയ ടിപ്സുകൾ ഉപയോഗിച്ച് പരമാവധി നമ്മുടെ ജോലി സ്ഥലവും വീടും തമ്മിൽ ഒരു അതിര് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ ബെൻസിക് ബ്രദറെ? ആ ടിപ്സ് ഒന്നുകൂടെ ഒന്ന് അത് പറയാമോ? അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഓരോ ദിവസവും എന്തൊക്കെയാണ് ജോലികൾ ഞാൻ ചെയ്തു തീർക്കേണ്ടത് ജോലി സ്ഥലത്ത്, ഒരു മാസം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കേണ്ടത് എന്താണ്, ഓരോ ദിവസവും ചെയ്തു തീർക്കേണ്ടത് എന്താണ്, ഇത് കൃത്യമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതി വെക്കുക എന്നുള്ളതാണ്. എഴുതി വെച്ചിട്ട് അതിനനുസരിച്ച് തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി വീട്ടിലായിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീട്ടിൽ ഏതൊക്കെ ജോലികളാണ് എന്നൊക്കെ ചെയ്യേണ്ടതെന്ന് സെറ്റ് ചെയ്യുക. ഈ മിക്കവാറും നാട്ടിലൊരു രീതിയുണ്ട്, തുണികളെല്ലാം എടുത്തിട്ട് കഴുകാനിരിക്കുന്ന ഞായറാഴ്ചയായിരിക്കും. അപ്പോൾ അതപ്പോൾ വീട്ടിൽ ഈ ഞായറാഴ്ച എന്നുള്ളത് നല്ല മഴയും കാണും, അന്നേരം നല്ല മഴ കാണും. പിള്ളേർക്കാണെങ്കിൽ ഞായറാഴ്ച ആയിരിക്കും പപ്പയോടും മമ്മിയോടും കൂടെ ഒന്ന് സന്തോഷിക്കാനും പുറത്തു പോകാനൊക്കെ മൈൻഡ് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ അന്നായിരിക്കും ഈ തുണി കഴുകുന്നതും വീട്ടിലെ ജോലികളെല്ലാം വന്നുകൊണ്ടിരും. അപ്പോൾ പിള്ളേർ ആകെ അങ്ങ് സ്ട്രഗിൾ ചെയ്തു പോകും, പപ്പയും മമ്മിയും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ചെയ്യേണ്ടതെന്നൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇത്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞതെന്നുള്ളത്, അവസാനത്തേക്ക് ഒരു ജോലിയും മാറ്റിവെക്കാതിരിക്കുക, അന്നന്ന് ചെയ്യേണ്ടത് അന്നന്ന് തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞില്ല, അതിരുകൾ സൂക്ഷിക്കുക. കൃത്യമായിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് എവിടെ വെച്ച് നിർത്തേണ്ടത്. ഈ ജോലി സ്ഥലത്തെ എല്ലാ ഫയലും കൊണ്ട് വീട്ടിൽ വരുന്ന ചിലരുണ്ട്. ജോലി സ്ഥലത്തെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈവൻ ബെഡ്റൂമിൽ പോലും ഈ പറഞ്ഞതുപോലെ മൊബൈലും ഉപയോഗിച്ച് ജോലി സ്ഥലത്തെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലിക്ക് നല്ലതല്ല. അതുകൊണ്ട് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക. പിന്നെ ചില ജോലികൾ ചിലപ്പോൾ രാത്രിയും പകലും കോള് വരുന്ന സാഹചര്യങ്ങളുള്ള ചില ജോലികളുണ്ട്. അതും ജീവിത പങ്കാളിയോട് അതിൻ്റെ രീതികളൊക്കെ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ റൂമിലിരുന്ന് ഭർത്താവ് ഓൺലൈനിലൂടെ മറുഭാഗത്തിരിക്കുന്ന ആളോട് വളരെ വിശദമായിട്ട് വീഡിയോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഭാര്യയ്ക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭാര്യ ചിന്തിക്കും, അച്ഛൻ റൂമിനകത്തിരുന്ന് ഈ വെള്ളക്കാരിയുമായിട്ട് എപ്പോഴും സംസാരമാണ്, അപ്പൊ എന്തോ കുഴപ്പമുണ്ട്, അപ്പൊ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ റൂം അടച്ചിടുന്നു, ഇത് ജോലി സ്ഥലത്തെ കാര്യമല്ലേ. അപ്പോൾ ഈ ഭർത്താവ് പറയുന്നത് എന്താണ്, പുറത്തുള്ള ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്നും സിങ്ക് ആകുന്നില്ല, അതാ ഒരു പ്രശ്നം. അപ്പോൾ കൃത്യമായിട്ട് ഇത് സിങ്ക് ആകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിരുകൾ വയ്ക്കുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ ഇന്നടത്തായിരിക്കും, അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ ജോലി സ്ഥലത്തെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാതിരിക്കുക, വീട്ടിലോട്ട് കൊണ്ടുവരാതിരിക്കുക. ജോലി സ്ഥലത്തുള്ള എല്ലാ ടെൻഷനും വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത്, ഇവിടെയും അതേ ആ രീതിയിലായിരിക്കും ഇനി മറ്റുള്ളവരോട് നമ്മൾ ഇടപെടാനുള്ള സാധ്യത കൂടുതൽ. അപ്പം അതുകൊണ്ട് ഇവിടത്തെ അങ്ങോട്ടും കൊണ്ടുപോകരുത്. ഈ വീട്ടിൽ ഭർത്താവിനോട് പിണങ്ങി ആ മൂഡിലായിരിക്കും നേരെ ജോലി സ്ഥലത്ത് പോയി കയറുന്നത്. അപ്പോൾ ഈ പേഷ്യൻറ്റിനോട് പിന്നെ കാണിക്കുന്നത് ചിലപ്പം ഈ വീട്ടിലെ ഭർത്താവിനോട് തീർക്കേണ്ടതെല്ലാം പാവപ്പെട്ട ചിലപ്പോ നമ്മുടെ ചില പേഷ്യൻസ് ഒക്കെ പറയും, രാത്രി വഴക്കുണ്ടാക്കിയിട്ടാ വന്നേക്കണേ തോന്നും, ഭർത്താവിനോട് അടി കൂടിയിട്ടാ വന്നേക്കെന്ന് തോന്നി. ഈ നഴ്സ് അവരുടെ മുഖം കാണുമ്പോൾ തോന്നും. ശരിക്കും ബോബ്, ഞങ്ങളുടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടിപ്സ് എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു പോയിന്റ് ഇതാണ്, ലീവ് ദ തിങ്സ് ഹിയർ. ഇവിടുത്തെ വർക്കിന്റെ തിങ്സ് എല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നാണ് പറയാറ്. പക്ഷെ ബെൻസി ബ്രദറെ, ചിലപ്പോ നമ്മളിപ്പോ തന്നെ പറഞ്ഞു ജോലി സ്ഥലത്തെ കാര്യങ്ങളൊന്നും വീട്ടിൽ കൊണ്ടുപോകരുത്, അവിടെ ഡിസ്കസ് ചെയ്യരുതെന്നൊക്കെ പറയുമെങ്കിലും ചിലപ്പോ അതൊരു എന്താ പറയാ, നമ്മളൊരു വെന്റിലേഷൻ ഹസ്ബൻഡിനോട് പറയുന്നത്, ഷെയർ ചെയ്യുന്നത്, ചിലപ്പോ അവരുടെ കയ്യിൽ നിന്ന് ചില ടിപ്സ്, ചില സൊല്യൂഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയില്ലേ ബെൻസിക് ബ്രദറെ? തീർച്ചയായിട്ടും ചില ജോലികൾ ആ ഒരു ടെൻഷൻ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചില സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ എല്ലാ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ എല്ലാ ഭാര്യമാരും ഇത് അതുപോലെ ഏറ്റെടുക്കണമെന്നില്ല. എന്നാൽ ചിലരാകട്ടെ അത് കേൾക്കാനും കേട്ടിട്ട് അതിന് ശരിയായിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിലോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ, എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് ജീവിത പങ്കാളിയുടെ മൂഡും പുള്ളിയുടെ ടെമ്പറും ഒക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഇതൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട്. ഡിസ്കസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. എന്നാൽ ഭർത്താവ് അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭാര്യ അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും
നല്ലത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെന്റിലേഷൻ എന്നുള്ള രീതിയിൽ, കാരണം ഈ ജോലി സ്ഥലത്ത് തന്നെ ഭയങ്കര പ്രഷറായിരിക്കും നമുക്ക്. ഒരു തെറ്റും ചെയ്യാത്ത നമ്മൾ ചിലപ്പോൾ നമ്മൾ ഫയർ ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കൃത്യം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു മെൻ്റൽ ടെൻഷൻ ഉള്ളപ്പോൾ ചിലപ്പോൾ അത് ജീവിത പങ്കാളിയോട് വന്ന് പറഞ്ഞ് ആ ഒരു മൈൻഡ് റിഫ്രഷ് ആകാനും ചിലപ്പോൾ ചില പുതിയ ഐഡിയകൾ കിട്ടാനും ഇടയാകും. അതുകൊണ്ട് ഈ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നതും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ ജീവിത പങ്കാളികൾക്ക് പോലും അറിയത്തില്ല യഥാർത്ഥത്തിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എന്ത് ജോലിയാണ് ജോലി സ്ഥലത്ത് ചെയ്യുന്നത്. ഇന്ന കമ്പനിയിലാണ് ജോലി എന്നറിയാം, പക്ഷേ എന്ത് ജോലിയാണ്, ആ ജോലിയുടെ തീവ്രത എന്താണ്, അതിൻ്റെ സ്വഭാവം എന്താണെന്നൊന്നും പലപ്പോഴും ജീവിത പങ്കാളി മനസ്സിലാക്കുന്ന പോലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടെൻഷൻ എല്ലാം വെച്ചുകൊണ്ട് മറ്റേ ആൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ചിന്തിക്കും, ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും എൻ്റെ ജോലിയുടെ ആ ഒരു സമാധാനം പോലും എനിക്ക് ഇവിടെ കിട്ടുന്നില്ലല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. അത് ഈ തുറന്ന് സംസാരിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനും കൂടെ സമയമെടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. പ്രത്യേകിച്ചും ഈ ഭാര്യമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ നേരിടുന്ന പ്രശ്നം നിങ്ങളുടെ ഭർത്താവിനെ തന്നെ അറിയിക്കണമെന്നുള്ളതാണ്. പലപ്പോഴും ഈ ഭർത്താവിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന കംഫർട്ട് പിന്നെ ചിലപ്പോൾ അതൊരു തെറ്റായ ദിശയിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതും കുടുംബജീവിതത്തെ ജോലിയോടുള്ള ബന്ധത്തിൽ ബാധിക്കാം എന്നുള്ളത് കൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ജോലിയുടെയും അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ ബാലൻസിങ്ങിൽ നമ്മൾ ടിപ്സായിട്ട് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പോൾ ഈ ജോലിയിലെ സമ്മർദ്ദവും കുടുംബജീവിതത്തെയും ബാലൻസ് ചെയ്യുന്നതിൽ മാനസിക ആരോഗ്യത്തിന് പങ്കുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മെൻ്റലി നമ്മുടെ മൈൻഡ് വളരെ പീസ്ഫുൾ ആയിരിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് ജോലിയിൽ കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്നുള്ളത്, മാസത്തിലൊന്നെങ്കിലും ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന, അതായത് ജോലി സ്ഥലത്തോട്ട് അങ്ങനെ ഉള്ള ഇതല്ല, ഇതിനു വേണ്ടി മാത്രം, അതായത് ഒന്ന് പുറത്തു പോയി ഒന്ന് ആശ്വസിക്കാനും ഒന്ന് സമയം ചിലവഴിക്കാനും മാസത്തിലൊന്നെങ്കിലും എല്ലാവരും ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ആ കൂട്ടത്തിൽ മക്കളെ കൊണ്ടുപോകരുത്, അത് വളരെ ശ്രദ്ധിച്ചോണം. ഈ ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു മാസത്തിലൊന്ന് ഒരു യാത്ര നടത്തുക. പിന്നെ മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും ഒരുമിച്ച്, വീട്ടിലെ അപ്പച്ചനോ അമ്മച്ചിയോ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഒരു വിനോദയാത്ര പോലെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും രണ്ട് യാത്രകളായിരിക്കും. ഒന്ന് ഭാര്യയും ഭർത്താവും മാത്രമുള്ള, മനസ്സ് തുറന്ന് സംസാരിക്കാനും ആശയങ്ങൾ പങ്കിടാനും വികാരങ്ങൾ പ്രകടിപ്പിക്കാനുമായിട്ട് ഒരു മാസത്തിലൊരു ഇത് ചെയ്യുക. രണ്ടാമത്തത് വീട്ടിലെല്ലാവരും ഒരുമിച്ച് ഒന്ന് ഈ അടിച്ചു പൊളിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ചിരിക്കാനും കളിക്കാനും തമാശ പറയാനും. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സീരിയസ് ലൈഫാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് തീർക്കണം, കടങ്ങൾ തീർക്കണം, ലോൺ കിടക്കുന്നു, ഇതിന് വേണ്ടിയിട്ടുള്ള ഓട്ടം കാരണം ഈ എൻജോയ് ചെയ്യേണ്ട കുടുംബജീവിതത്തെ പലരും അങ്ങ് മറന്നു പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അപ്പച്ചനെ മറക്കുന്നു, അമ്മച്ചിയെ മറക്കുന്നു, വീട്ടിലെ പിള്ളേരെ തന്നെ മറന്നു പോകുന്നു. അവരോടും പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അത് തന്നെ ഒരു ഇതാണ്. അപ്പോൾ പിള്ളേർക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കടൽ തീരമാണെങ്കിൽ പോയി പപ്പയും മമ്മിയും പിള്ളേരെല്ലാവരും കൂടെ കടലിൽ ചാടാനും ആഹ്ലാദിക്കാനും, അത്യാവശ്യം മഴ വരികയാണെങ്കിൽ ഇപ്പോഴും ഞാനും പിള്ളേരും ഒക്കെ മഴയത്ത് കുളിക്കാറുണ്ട്. മഴ വരുമ്പോൾ എല്ലാവരും കൂടെ അങ്ങ് വെളിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ മാസത്തിൽ 1-2 പ്രാവശ്യം കടലിൽ കുളിക്കാൻ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പിള്ളേർക്ക് നമ്മളുമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് ഇടയാകും. അതുപോലെ തന്നെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനായിരുന്നാലും എൻ്റെ ഭർത്താവ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്നോടൊപ്പമാണ് എന്നൊരു ചിന്ത ജീവിത പങ്കാളിക്കും വരും. കാരണം ഈ ഭാര്യ മിക്കവാറും നമ്മുടെ ജീവിത പങ്കാളി എപ്പോഴും ശ്രദ്ധിക്കും, ഈ ജോലി സ്ഥലത്തു നിന്ന് വരുന്ന കോളുകൾ ഇദ്ദേഹം റിസീവ് ചെയ്യുമ്പോൾ ഭയങ്കര ചിരിച്ച് അട്ടഹസിച്ച് ആനന്ദിക്കുന്നുണ്ട്. പക്ഷേ എന്നോട് സംസാരിക്കുമ്പോൾ മാത്രം ഇദ്ദേഹത്തിന് ചിരിയുമില്ല കളിയുമില്ല എന്ന് പറഞ്ഞ് ചില ഭാര്യമാർ പരാതി പറയാറുണ്ട്. അപ്പോൾ സന്തോഷിക്കുന്നത് നിങ്ങൾ ജോലി സ്ഥലത്തെ ആളുകളുമായിട്ടാണല്ലോ എന്നൊരു തെറ്റിദ്ധാരണയും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബം ഈ ഒരു സന്തോഷത്തിൻ്റെ കുടുംബമായി തീരട്ടെ, അതിനു വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക. ജോലി സ്ഥലവും ഇതും തമ്മിൽ എപ്പോഴും ഒരു വേർതിരിവ് തന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമ്മുടെ മൈൻഡ് സെറ്റപ്പിനെ അല്പം കൂടെ ശരിയാക്കാനായിട്ട് ഇടയാവും. തീർച്ചയായിട്ടും ഈ യാത്ര എന്ന കാര്യം പറഞ്ഞപ്പോഴേ, ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ഷോപ്പിങ്ങിന് പോകുന്ന യാത്രയായിട്ട് കൂട്ടാമോ?
അല്ലല്ല ഈ ഷോപ്പിംഗ് വേറെ ആക്കണം, ഇത് ഇതിനു വേണ്ടി തന്നെ പോകണം. ഓ ശരി. അത് അത് ഭർത്താക്കന്മാർക്ക് വേറെ സ്ട്രെസ്സാണ്. അവര് ഭാര്യമാരോട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ. ഷോപ്പിങ്ങിന് പോകുമ്പോ നീ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭർത്താവ് വീണ്ടും അപ്പോഴും മൊബൈലിലായിരിക്കും. അപ്പോ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇനി അനേക ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അനേക കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്നാൽ അതിനു മുമ്പായിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള അടുത്തൊരു മലയാളം പാട്ടോട് കേട്ടിട്ട് നമുക്ക് വളരെ വേഗം യേശുവിൻ നാമം എന്നെ ജയാളിയായി മാറ്റിയ നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം, ശത്രുവിനെ തകർത്ത യേശുവിൻ നാമം എന്നെ ജയാളിയായി മാറ്റിയ നാമം, എന്നുള്ളിൽ വസിക്കുന്ന യേശുവിൻ നാമം എന്നെ ആശ്ചര്യമാക്കുന്ന നാമം, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യനായങ്ങു മാത്രം, അങ്ങേക്കു തുല്യ. Another beautiful song that says about the power of our Almighty God Jesus. Let's go back to the discussion that we are going through. ബെൻസിക് ബ്രദറെ, ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബജീവിതത്തില് കുട്ടികളെ വളർത്തല് അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ ഒരു മാത്രം കാര്യമായിട്ട് പലപ്പോഴും തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബജീവിതത്തിന്റെ ബാലൻസ് നിർത്താനായിട്ട് എനിക്ക് പരിചയമുള്ള കുറെ പേരാണെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള കുറെ സ്ത്രീകൾ അങ്ങനെ ജോലി ഉപേക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. കുറെ കാലം കഴിയുമ്പോൾ അവർ തന്നെ റിഗ്രറ്റ് ചെയ്യുമോ, ഞാൻ അങ്ങനെ ജോലിക്ക് പോകാതിരുന്നത് ഒരു തെറ്റായി എന്ന് തോന്നുന്നു എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ അവരെത്താറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു പ്രവണത അത് ഒരു ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു വ്യൂവിലോട്ട് നമ്മൾ വരേണ്ടതുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്നുള്ളത്, ഭാര്യയും ഭർത്താവും ആദ്യമേ തന്നെ ഒരുമിച്ചിരുന്ന് അവരവരുടെ ലൈഫ് പർപ്പസ് എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കുടുംബജീവിതം നയിക്കുന്നു, ഇതിനെക്കുറിച്ച് ഒരു ശരിയായ എൻ്റെ കുടുംബജീവിതത്തിലൂടെ ഭാവിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് ജീവിക്കുമ്പോൾ എന്താണ് ഭാവിയിലായി തീരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു അവരുടെ ഒരു പർപ്പസ് സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ചിരുന്ന് എഴുതുന്നത് നല്ലതായിരിക്കും. അങ്ങനെ എഴുതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്നെന്നുള്ളത്, ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ എൻ്റെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആത്മീക ജീവിതമാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനമാകട്ടെ, ആ ഒരു പോയിന്റിലോട്ട് തീർച്ചയായിട്ടും ഇവരെത്തും എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, സഹോദരിമാർ ഇപ്പോൾ നേരത്തെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതല്ല, ഒരു സഹോദരി വളരെ നല്ല രീതിയിൽ പഠിക്കുന്നു, ഉയർന്ന വിദ്യാഭ്യാസത്തോടുകൂടെ ജയിക്കുന്നു, നല്ലൊരു ജോലി കിട്ടുന്നു. പക്ഷേ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ ഈ ജോലി ഉപേക്ഷിച്ച് ഈ മക്കളെയും കുടുംബത്തെയും നോക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. പിന്നെ അത് ഭാവിയിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുന്നു. അവിടെ അങ്ങനെ റിഗ്രറ്റ് ചെയ്യാൻ ആരെങ്കിലും അങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അതിൻ്റെ കാരണമെന്നുള്ളത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ജോലി രാജിവെക്കേണ്ടി വന്നത്. അത് നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല, അത് ഭാവിയിൽ ലാഭമാകുകയുള്ളൂ. അതിൻ്റെ കാരണമെന്നുള്ളത് ഭാര്യമാർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ കുടുംബത്തിലെ അല്ലെങ്കിൽ വീട്ടിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിലും വീട്ടുകാര്യങ്ങളിലും വീട്ടുജോലികളിലും
അവരവരുടെ കടമകൾ നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർവഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതിൽ തെറ്റില്ല. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ സഹോദരിമാർ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ഉത്തരവാദിത്വങ്ങളും കടമകളും, അതായത് ഭാര്യ എന്നുള്ള നിലയിൽ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം ഏത് ജോലിക്ക് പോയാലും കുഴപ്പമില്ല. എന്നാൽ ജോലിക്ക് പോവുകയും സ്വന്തം കടമകളോ ഉത്തരവാദിത്തങ്ങളോ നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് കുടുംബത്തിൻ്റെ ആ ബാലൻസിങ്ങിനെ സാരമായി ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ചില ഭാര്യമാർ വളരെ ബുദ്ധിപൂർവ്വം എടുക്കുന്ന നല്ലൊരു തീരുമാനമാണ് അവർ ആ രീതിയിൽ ജോലി രാജിവെച്ച് സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ സെൻസിൽ ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയിലോട്ട് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട്, ഞാനും എൻ്റെ ഭർത്താവും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അത് നടപ്പിലാക്കുന്നതിന് ചിലപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നത് തെറ്റില്ല. ജോലി ഉപേക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ ചിലപ്പോൾ ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് ജോലിയില്ല, അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ നമ്മുടെ വരുമാനവും നമ്മുടെ നിലനിൽപ്പും ഇതിനകത്ത് വളരെ പ്രധാനം തന്നെയാണ്. ഈ കാലഘട്ടങ്ങളിൽ നല്ല ജോലി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ പല കുടുംബങ്ങളും നേരിടുന്നുണ്ടെന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കണം. പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ സുസ്ഥിരതയ്ക്കും സമാധാനത്തിനും, പ്രത്യേകിച്ച് കുട്ടികളെ വളർത്തുന്ന ചെറുപ്രായങ്ങളിൽ അമ്മമാരുടെ സാന്നിധ്യം വളരെ പ്രധാനം തന്നെയാണ്. അങ്ങനെ അമ്മമാർ മക്കളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ നിർവഹിക്കുന്നതിനോടൊപ്പം ഒരു ജോലി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എത്ര നല്ല ഡിഗ്രി വാങ്ങിച്ചു അല്ലെങ്കിൽ വളരെ ഉയർന്ന വിദ്യാഭ്യാസമാണെങ്കിലും ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയി എന്ന കാരണത്താൽ നിങ്ങൾ ആരും വിഷമിക്കരുത്. നിങ്ങൾ എടുത്തത് നല്ലൊരു തീരുമാനം തന്നെയാണ്. ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് പ്രതിഫലം കിട്ടും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട നല്ല കാര്യമാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രധാന പർപ്പസ് എന്നുള്ളത് ക്രൂശിൽ പാപികൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതിനു മുൻപ് പല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രൂശിൽ പാപികൾക്ക് വേണ്ടി മരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് കടലിൽ മീതെ നടന്നത്, പിന്നെ എന്തിനാണ് മീൻ പിടിച്ചത്, പിന്നെ എന്തിനാണ് പ്രസംഗിച്ചത് എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷേ ആ പ്രധാന പർപ്പസ് നിർവഹിക്കുന്നതിലേക്കുള്ള ഒരു വഴിയായിരുന്നു ഇതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ തന്നെ ബോബ്സ് റേഡിയോയിലേക്ക് വന്നിട്ടുള്ള കേരളത്തിലെ ചില വളരെ നമ്മുടെ പ്രസിദ്ധരായിട്ടുള്ള ചിലരുടെ മക്കൾ, അവരൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്ന ഒരു സഹോദരി നമ്മുടെ ഇതിന് വന്നിട്ടുണ്ട്. പുള്ളിക്കാരി കുടുംബജീവിതത്തിലോട്ട് വന്നപ്പോൾ ജോലി വേണ്ട എന്ന് വച്ച് ISROയിൽ പോലും ജോലി ലഭിക്കാമായിരുന്ന ആ സഹോദരി ജോലി വേണ്ട എന്ന് വെച്ച് കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ വളർത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രാധാന്യവും ലൈഫിൻ്റെ പർപ്പസും മനസ്സിലാക്കിയിട്ട് ജോലി ഉപേക്ഷിച്ച് മക്കളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും കൂടെ നാളെ തന്നെ ജോലി ഉപേക്ഷിച്ച് കളയരുത്. ഞാൻ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു വ്യൂ പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ട് ബിൻസി ബ്രദറെ. ഇപ്പൊ നമ്മള് ഒരു ലൈനിന്റെ രണ്ടറ്റം പറഞ്ഞു, കുടുംബം, ജോലി. ഇതൊരു ട്രയാങ്കിൾ ആക്കുവാണെങ്കിൽ അതിന്റെ മുകളിൽ നിൽക്കുന്നതാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫും കൂടെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ഈ ട്രയാങ്കിൾ ഒന്ന് കൂട്ടിമുട്ടാതെ പോകുന്ന ഒരവസ്ഥ ചിലപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിനെ കുറിച്ച് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരാനുണ്ടോ ബിൻസി ബ്രദറെ? അത് സിസ്റ്റർ അനീമ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ ടോക്കിൽ ഏറ്റവും ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു വിഷയം അത് തന്നെയാണ്. ഈ ട്രയാങ്കിൾ കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ, അതായത് ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ലെങ്കിൽ, എത്ര നല്ല ജോലി ചെയ്യുന്നവരായിരുന്നാലും അല്ലെങ്കിൽ എത്ര സമാധാനത്തോടെ ജീവിക്കുന്നവരെന്ന് നിങ്ങളെ തന്നെ വിശേഷിപ്പിച്ചാലും തീർച്ചയായിട്ടും ജോലിയും ജീവിതവും പരാജയത്തിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രസൻസാണ് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ആ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, അതായത് അല്ലെങ്കിൽ ദൈവമാണ് എന്നെയും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ചേർപ്പിച്ചത്, അല്ലെങ്കിൽ ദൈവമാണ് എന്നെ ഈ കുടുംബത്തിലാക്കിയത് എന്ന ചിന്ത ഒരു കുടുംബത്തിലുണ്ടാകുമ്പോൾ പലപ്പോഴും നമുക്ക് ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്യാനും, അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ വീട്ടിൽ ബാധിക്കാതിരിക്കുകയും, അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ജോലിയെ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ സ്വസ്ഥവും സമാധാനത്തോടും കൂടെ കുടുംബത്തെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്
ഏറ്റവും തിരക്കുള്ള ഒരു മനുഷ്യനായിരുന്നു യേശു കർത്താവിൻ്റെ പിതാവായ യോസേഫ്. വളരെ തിരക്കുള്ള ഒരു ജോലിക്കാരനാണ്. പക്ഷെ അദ്ദേഹം പോലും 3 ദിവസത്തെ യാത്ര ചെയ്ത് യെരുശലേമിലെത്തി. 6 ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞ് വീണ്ടും 3 ദിവസം യാത്ര ചെയ്ത് ഏതാണ്ട് 12 ദിവസത്തോളം തന്നെ ചിലവഴിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് അവർ യാഗം കഴിക്കുവാൻ പോകുക പതിവായിരുന്നു എന്നുള്ള ബൈബിളിൽ ഒരു വാക്യമുണ്ട്. അതുകൊണ്ട് ബാലൻസ് ചെയ്ത് ജോലി, കുടുംബം പ്ലസ് ദൈവിക കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതൊരു കുടുംബവും സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും ജീവിക്കാനായിട്ട് ഇടയാകും. ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവവുമായി എനിക്ക് ബന്ധമുണ്ടോ എന്ന് ഒന്നുകൂടെ പരിശോധന നടത്തുകയും ശരിയായി യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജോലി എത്ര ചെറുതായിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിൽ എത്ര പ്രശ്നസങ്കീർണമായിരുന്നാലും അത് നമുക്ക് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. ആ ഒരു ട്രയാങ്കിൾ എപ്പോഴും ഫില്ല് ചെയ്യുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. വണ്ടർഫുൾ വണ്ടർഫുൾ. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബെൻസിക് ബ്രദറെ, നമ്മൾ ഇതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ വർക്ക് ലൈഫ് ബാലൻസ്, ജീവിതവും കുടുംബവും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം എന്ന് വളരെ ആഗ്രഹിച്ച് അതിനുവേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി. എന്നാൽ ചിലരതിൽ പരാജയപ്പെടുന്നു, ചിലരതിൽ വിജയിക്കുന്നു. ഈ പരാജയപ്പെട്ട് ഗിവപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗിവപ്പ് ചെയ്ത നമ്മുടെ ലിസണേഴ്സ് ഒരു പക്ഷേ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇത് എന്നെ കൊണ്ട് നടക്കത്തില്ല, ഒന്നിൽ കൂടുതൽ ഫോക്കസ് ജോലിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഇത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഗിവപ്പ് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ലിസണേഴ്സിനോടും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒടുവിലായിട്ട് പറയാനുള്ള വാക്കുകൾ എന്താണ്? പ്രിയ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, ഈ പലപ്പോഴും നമ്മൾ ഈ ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊരു തലവിധിയാണ്, അല്ലെങ്കിൽ ഇതൊരു തലയിലെഴുത്താണ്, ഇതിങ്ങനെയേ പോകത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ജോലി സ്ഥലത്ത് സ്ട്രഗിൾ ചെയ്യുന്നത്, ഇനി ഈ ജോലി ഇനിയിപ്പോൾ ഈ ജോലിയും കൊണ്ട് എൻ്റെ ജീവിതം തന്നെ ചിലപ്പോൾ ഇങ്ങനെ പോകത്തുള്ളൂ, സമാധാനമില്ല അതെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ദ കീ ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് സക്സസിൻ്റെ കീ ഇരിക്കുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും അത് ശരിയായിട്ട് നമുക്ക് ആ കീ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത്. അപ്പം നമ്മുടെ ചിന്തയാണ് ഏറ്റവും പ്രധാനമായിട്ട് ശരിയാക്കേണ്ടതുള്ളത്. എന്നെ കൊണ്ട് ഈ വിഷയത്തിൽ പരിഹരിക്കാൻ സാധിക്കും എന്ന് തന്നെ ആദ്യം ചിന്തിക്കണം. കാരണം വേദപുസ്തകത്തിൽ തന്നെ ദൈവം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമുണ്ട്: ഭൂമിക്ക് താഴെ അല്ലെങ്കിൽ ഭൂമിയിൽ മനുഷ്യൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ അവനത് നടത്തിയിരിക്കും, അദ്ദേഹം അതിന് ചെയ്തിരിക്കും എന്ന് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തപ്പോഴാണത് പറയുന്നെങ്കിലും അത് പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. മനുഷ്യൻ ചിന്തിക്കുന്നത് അവനത് ചെയ്തു തീർത്തിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബവും നമ്മുടെ ജോലിയും ശരിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്നെക്കൊണ്ട് സാധിക്കും എന്നൊന്നാമത് ചിന്തിക്കുക. അതിന് എനിക്ക് സഹായം ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ്. ദൈവം എനിക്ക് സഹായം തരും. കാരണം ആദ്യമായിട്ട് ജോലി ചെയ്യാൻ പറഞ്ഞത് ദൈവമാണ് ജോലി ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ദൈവം തരുന്ന ജോലിയും ദൈവം നമ്മളെ നയിക്കുന്ന ആ ജോലിയുടെ രീതിയും തീർച്ചയായിട്ടും നല്ലത് തന്നെ ആയിരിക്കും. ഇനി കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ രണ്ടിലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിൽ ഒരാൾ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ ആ വ്യക്തിക്ക് ഏത് സങ്കീർണമായ കുടുംബ പ്രശ്നമായിരുന്നാലും ജോലിയിലെ പ്രതികൂലമായിരുന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ദൈവം നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട ദൈവത്തിൽ അങ്ങ് ആശ്രയിക്കുക. ദൈവമേ, എൻ്റെ കുടുംബജീവിതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ജോലിയിലായിക്കോട്ടെ എനിക്ക് പരാജയം സംഭവിച്ചു പോയി, എൻ്റെ ഈ പരാജയത്തിന് ദൈവം സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടെ ഈ യേശുക്രിസ്തുവിൽ ആശ്രയിച്ചാൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും എന്ന് പറയുന്ന തലത്തിൽ നമ്മെ ദൈവം കൊണ്ടുവരാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കുടുംബജീവിതവും ജോലിയും ഏറ്റവും ബാലൻസിംഗ് ആയിട്ട് സന്തോഷമായിട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ, ആമേൻ. വണ്ടർഫുൾ. പ്രിയ ബെൻസിക് ബ്രദറെ, താങ്ക് യു സോ മച്ച്. അനിമേ, വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഐ തിങ്ക് ദിസ് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ അനിമ? കേൾക്കുന്നുണ്ട് ബോബ്? ഹലോ, കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ കേട്ട് മൗനമായി പോയി.
ഇല്ലില്ല ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഇനി ഇത് വീണ്ടും വീണ്ടും കേൾക്കണമല്ലോ, കെട്ടിയോനെ കൂടെ കേൾപ്പിക്കണമല്ലോ എന്നൊരു ചിന്തിക്കുകയായിരുന്നു ഞാൻ. അല്ല, ഞാനിത് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കാരണം ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചോളം ജോലിക്ക് പോകുന്നു, കുട്ടികളെ നോക്കുന്നു, ഹസ്ബൻഡിന്റെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടി ഒരു ബാലൻസിൽ പോകാന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ ടോപ്പിക് നമുക്ക് വളരെ റിലവന്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതുകൊണ്ട് ഇനി ആരും ലേസി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ജോലി നമുക്ക് ദൈവം തന്നാണ്. അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് പോകണം എന്നാണ് ബെൻസിക് ബ്രദർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ബോബ്സ് റേഡിയോ ആരെങ്കിലും ലീവ് എടുത്ത് മാറിയിരിക്കുന്നെങ്കിൽ അവർക്കൊക്കെ തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ട്. സമയമായിട്ടുണ്ട്. അതെ അതെ, ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കും. ലീവൊക്കെ കട്ട് ചെയ്ത് അവർ തിരിച്ചു കൊണ്ടേണ്ട ആവശ്യം സമയമായി. അതെ അതെ. എന്തായാലും ബെൻസിക് ബ്രദർ, താങ്ക് യു സോ മച്ച് ഫോർ ടുഡേ. ഐ നോ വളരെ സന്തോഷം ഇങ്ങനെ വന്ന് വളരെ മനോഹരമായിട്ട് ഈ കാര്യം ഞങ്ങളുടെ ലിസണേഴ്സിനോട് പങ്കുവെച്ചതിൽ ബോബ്സ് റേഡിയോയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. And dear listeners, I hope you've enjoyed it. And just as RJ Anima was saying, please do share this session with your friends and family, and let others also listen and know these valuable tips and these valuable lessons that is being shared by our brothers on BOBS Radio. So don't forget to share and let others know as well. You can use our links from Facebook or on YouTube and let others know as well. I hope you have enjoyed today's session. Do tune in next week on Thursday, where we have another wonderful guest joining us to tell us some amazing stories, and we will continue next week as well. Thank you so much for tuning in along with RJ Anima. This is RJ Bob signing out. Goodbye, good night, and God be with you.